മതി മതി മതി. എന്താണ് പതിവില്ലാത്തൊരു സ്നേഹം? പതിവില്ലാത്ത സ്നേഹവും? ഞാനല്ലാതെ പിന്നെ നിങ്ങൾ ആരാ സ്നേഹിക്കാനുള്ളേ? നീ അങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഓ, നീ അതേ പഠിച്ച് കയറണ്ട. ഞാൻ വെറുതെ പറഞ്ഞതാ. രാഹുലേട്ടാ, രാഹുലേട്ടാ, നമ്മുടെ മനു ഇല്ലേ, അവൻ കുറച്ചു ദിവസം ഇവിടെ വന്ന് നിന്നോട്ടേ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ പറ. അതാണ് ഈ സോപ്പിടലിന്റെ ഉദ്ദേശം അല്ലേ? വേണ്ട ചേട്ടാ, ഇത്തവണ ഒരു പ്രശ്നം ഉണ്ടാക്കൂല. അവൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോ ഞാൻ എങ്ങനെയാ വേണ്ടെന്ന് പറയുന്നേ? അവൻ കഴിഞ്ഞ പ്രാവശ്യം വന്നുണ്ടാക്കിയ പുകരൊന്നും ഇതുവരെ തീർന്നിട്ടില്ല. എനിക്ക് പുറത്തിറങ്ങി നോക്കാൻ പറ്റണായില്ലേ? ഇത്തവണ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം, പ്ലീസ് ചേട്ടാ. ഇത് തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം നീ പറഞ്ഞത്? എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഹലോ മാഡം, നമ്മളൊക്കെ മറന്നോ? അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? നിന്നെ ഞാൻ മറക്കോ? എന്നാ നിനക്ക് കൊള്ളാം. അല്ല, ഇപ്പൊ എവിടെ ഉണ്ട്? ഇപ്പൊ ഞാൻ വീട്ടിലുണ്ട്. എടാ, ഞാൻ വിളിച്ചതേ എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. നീ ഫോർമാലിറ്റി ഒക്കെ വിട്, കാര്യം പറ. എടാ, എനിക്ക് ട്രിവാൻഡ്രത്ത് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് കുറച്ച് ദിവസത്തെ പരിപാടി ഉണ്ട്. അപ്പോ നീ എനിക്കൊരു സ്റ്റേ അറേഞ്ച് ചെയ്യോ? അതിനെന്താ, നീ ഇങ്ങ് പോരെ. നിനക്ക് എന്റെ വീട്ടിൽ നിൽക്കാലോ. നിന്റെ വീട് ഓക്കെ ആണോ? ആക്ച്വലി എനിക്കും അതാ കംഫർട്ട്. ഇല്ല, നിനക്കിനി ഒരു ബുദ്ധിമുട്ടാവൂന്ന് വിചാരിച്ചിട്ടാ ഞാൻ വേറെ സ്റ്റേ നോക്കൂന്ന് ചോദിച്ചേ. യാതൊരു ബുദ്ധിമുട്ടില്ല, നീ ഇങ്ങ് പോരെ. അപ്പൊ ഓക്കേടാ, സീ യു സൂൺ. ഓക്കേ. അയ്യോ, നടക്കില്ല നടക്കില്ല നടക്കില്ല. എന്റെ അനിയനെ ഇവിടെ കൊണ്ട് നിർത്താൻ പറഞ്ഞപ്പോ അത് നിങ്ങൾക്ക് വയ്യ. ഏതേലും അവളുമാരെ ഇവിടെ കൊണ്ട് നിർത്തുന്നതിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അല്ലേ? ഏതെങ്കിലും അവൾമാരാണോ? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ബെസ്റ്റ് ഫ്രണ്ടോ? അവളല്ലേ നിങ്ങൾ പണ്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? എടി, അതൊക്കെ പണ്ടത്തെ കഥയല്ലേ. അപ്പൊ തന്നെ അവിടെ നോ പറഞ്ഞല്ലേ? അവളല്ലേ നോ പറഞ്ഞേ. നിങ്ങൾ ഇപ്പോഴും അവളെ മറന്നിട്ടില്ല എന്ന് എനിക്ക് അറിയാം. എടി, നീ ആവശ്യമില്ലാതെ ഓരോന്ന് പറയല്ലേ. അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവൾക്കും ഇങ്ങോട്ട് അങ്ങനെ തന്നെയാ. അവൾ ഇവിടെ വന്ന് 2 ദിവസം നിന്നിട്ട് പൊക്കോട്ടെ, അതിനെന്താ? ആലോചിക്കട്ടെ. എടി, നീ ഒന്ന് സമ്മതിക്ക്. നീ സമ്മതിച്ച ഞാൻ എന്ത് വേണം ചെയ്യും. എന്ത് വേണോ ചെയ്യോ? ചെയ്യാം. ശരി. രാഹുൽ, നേഹയോ? അഞ്ജലി, ഇത് നേഹ. എടി, നമുക്കൊന്ന് വിളിച്ചു പറഞ്ഞോടായിരുന്നോ? പെട്ടെന്ന് പോന്നു. എനിക്ക് നിന്നെ കാണാൻ വരാനായിട്ട് ഇനി സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ എടുക്കണോ? അല്ല, നീയാണോ ഇവിടുത്തെ അടുക്കള പണിയൊക്കെ ചെയ്യുന്നേ? ഒരു ചായ പോലും ഇടാത്ത ആളായിരുന്നു കേട്ടോ. അഞ്ജലിനെ നന്നായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ചായ എടുത്ത് കുടിക്ക്, ചൂടാറും. നീ എന്തിനാ ഈ പണിയൊക്കെ ചെയ്യുന്നേ? ഇങ്ങനെ നിന്നെ കാണാനേ ഒരു രസവും ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അഞ്ജലിക്ക് തിരക്ക് കൂടുമ്പോഴേ ഇടയ്ക്കൊന്ന് ഹെൽപ്പ് ചെയ്യും. അയ്യേ, ഇവന്റെ ഇന്റീരിയർ ഒന്നും കൊള്ളത്തില്ലല്ലോ. എടാ, നിന്റെ പഴയ ടേസ്റ്റ് ഒക്കെ എന്ത് അടിപൊളിയാ. അതൊക്കെ എവിടെ പോയി? നേഹ, ഞാനാ ഇതൊക്കെ സെലക്ട് ചെയ്തേ. പിന്നെ രാഹുലേട്ടനും എനിക്കും ഈ പാറ്റേൺ ഒക്കെ ഇഷ്ടമായത്. ആ,
അത് പറ. അഞ്ജലിയുടെ സെലക്ഷൻ ആയിരുന്നല്ലേ? ഇവന്റെ സെലക്ഷൻ എനിക്ക് അറിഞ്ഞൂടെ? ഒന്നുമില്ലെങ്കിലേ കുറെ നാള് ഞാൻ കൂടെ നടന്നതല്ലേ. എടാ, എനിക്കൊന്ന് ഫ്രഷ് ആവണമായിരുന്നു. നിന്റെ റൂം എവിടെയാ? നേഹയ്ക്ക് ഞാൻ ഗസ്റ്റ് റൂം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞങ്ങളെ ബെഡ്റൂം കുറച്ച് മെസ്സി ആയിട്ട് കിടക്കുക. അതിന് ഗസ്റ്റ് റൂം ഒക്കെ ഗസ്റ്റിനുള്ളതല്ലേ? ഞാൻ ഗസ്റ്റ് ഒന്നും അല്ലല്ലോ. പിന്നെ എനിക്ക് പണ്ട് തൊട്ടേ ഇവന്റെ റൂം യൂസ് ചെയ്ത ശീലം. എടാ, നീ വാ, എനിക്ക് റൂം കാണിച്ചതാ. നീ തൽക്കാലം നമ്മളെ ഗസ്റ്റ് റൂം അഡ്ജസ്റ്റ് ചെയ്യും, ബാക്കി നമുക്ക് പിന്നെ ശരിയാക്കാം. ആണോ? ആ, എന്നാ ഓക്കെ. നീ വാ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വാ 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 വാ. ആ അഞ്ജലി, എനിക്ക് ചായ ഇഷ്ടമല്ല, അപ്പോ ഒരു ജ്യൂസ് എടുത്തോണേ. പിന്നെ ജ്യൂസ് കൊണ്ടുവരുമ്പോ എന്റെ ഈ പെട്ടിയും കൂടെ ഒന്ന് റൂമിൽ എത്തിച്ചേക്കണേ. നിനക്ക് തരടി പട്ടി, ഞാൻ പെട്ടി. അഞ്ജു, ഇതങ്ങോട്ട് വെച്ച്. രാഹുലേട്ടാ, എനിക്ക് അവളെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മര്യാദയ്ക്ക് അവളെ പറഞ്ഞു വിട്. അഞ്ജു, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അവൾ എത്ര വർഷം കണ്ടാ അവളെ ഞാൻ കാണുന്നത്? അവൾ 1-2 ദിവസം ഇവിടെ ഒന്ന് പൊക്കോട്ടെ. അവളെന്റെ ഫ്രണ്ട് അല്ലേ? ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. നീ ഒന്ന് അഡ്ജസ്റ്റ് പ്ലീസ്. അഞ്ജു, ഞാൻ അറിഞ്ഞു. രാഹുൽ, ഞാൻ റെഡി. പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യണേ. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോ ഈവനിങ് നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. രാഹുലേട്ടാ, വൈകിട്ട് നമുക്ക് പുറത്ത് പോവാന്നല്ലേ പറഞ്ഞേ? ഷോപ്പിങ്ങിനല്ലേ? നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാല്ലോ. അത് അഞ്ജലി, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഷോപ്പിങ്ങിന് പോകുന്നത് ഭയങ്കര ഇഷ്ടാ. അഞ്ജലി വന്നാ അഞ്ജലിക്ക് ചിലപ്പോൾ ബോർ അടിക്കും. പിന്നെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഡിന്നറൊക്കെ കഴിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോ അഞ്ജലി ഞങ്ങൾക്ക് വേണ്ടി ഒന്നും കുക്ക് ചെയ്യണ്ട. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന ആഹാരമോ? അല്ല, ഇത് ആരോട് ചോദിച്ചിട്ടാ നേഹ ഈ തീരുമാനമൊക്കെ എടുക്കുന്നേ? നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ലേ? ഇവള് പറഞ്ഞേക്കാൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? അഞ്ജലി, നീ ഇതൊക്കെ വലിയ സീനാക്കി എടുക്കണോ? നേഹ പറഞ്ഞ എന്താ തെറ്റുള്ളത്? അവൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് കൂടെ ചെല്ലാൻ പറഞ്ഞു. അത് ഇത്ര വലിയ കാര്യമാക്കണോ? ഫ്രണ്ട് ആണെങ്കിലേ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതിന് എന്താ പ്രശ്നം? ഇതിപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകുന്നു, നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അതുവരെ ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കണോ? രാഹുൽ, അഞ്ജലി വെറുതെ ഓരോന്ന് പറഞ്ഞ് നമ്മുടെ മൂഡ് സ്പോയിൽ ചെയ്യാൻ നോക്കുക. നമുക്ക് ലേറ്റ് ആവുക. വാ പോവാം. വന്നേ. ബൈ അഞ്ജലി. അഞ്ജലി, നീ എന്തായാലും വിഷമിച്ചിരിക്കുന്നത്? നിനക്ക് കഴിക്കാനുള്ള ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട. നിങ്ങൾ പുറത്തുപോയി അടിച്ചു പൊളിച്ച് കഴിച്ചതല്ലേ? നിങ്ങളുടെ വിശപ്പ് മാറിയല്ലോ. നീ എന്തിനാ അഞ്ജലി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണമെന്ന് പറഞ്ഞു, ഞാൻ കൂടെ പോയി. ഞങ്ങൾ രണ്ടുപേരും പുറത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. നീ കഴിച്ചിട്ടില്ലെന്ന് കരുതിയിട്ടാണ് നിനക്കുള്ള ഫുഡ് വാങ്ങിച്ചു വന്നത്. അത് നീ ഇങ്ങനെ കരയണോ? കരയണ്ടല്ലേ? നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ ഭാര്യ ഈ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിന്റെ കൂടെ പുറത്തുപോയി കറങ്ങി നടക്കാനും ആഹാരം കഴിക്കാനാണല്ലോ താല്പര്യം. നീ ദയവ് ചെയ്തൊന്ന് ഈസിയായിട്ട് എടുക്കുക. അവളെന്റെ ഫ്രണ്ട് മാത്രമാണ്, അല്ലാണ്ട് ഒന്നുമല്ല. നീ വെറുതെ ഓരോ ചിന്തിച്ചു കൂട്ടുക. ഒരു ഫ്രണ്ടിന്റെ കൂടെ പുറത്തുപോയി ഭക്ഷണം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ലോകം അവസാനിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഓവർ തിങ്ക് ചെയ്യുവാണെന്നോ? നമ്മുടെ ബെഡ്റൂമിലേക്ക് വരിക, നിങ്ങളുടെ കൈ പിടിച്ച് പുറത്തു പോവുക, അവളുടെ കൂടെ ടൈം ഫുൾ സ്പെൻഡ് ചെയ്യുക, ഇതൊക്കെ കണ്ട് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ പറയുന്നത്? അഞ്ജലി, നീ വെറുതെ സംശയിക്കുകയാണ്. അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആ ഒരു സ്പേസ് എന്നും അവൾക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടാവും. ഒരു ഫ്രണ്ടിന്റെ കൂടെ പുറത്തുപോയി ഭക്ഷണം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ലോകം അവസാനിക്കൊന്നുമില്ല. നീ വെറുതെ ഓരോ നാലഞ്ച് ടെൻഷൻ അടിക്കില്ലേ? ഞാൻ നല്ല ടയർഡാണ്. ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. നീ വേണമെങ്കിൽ എടുത്ത് കഴിക്കും.
ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ വിളിക്കണ്ടെന്ന്. ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല. ഞാനിപ്പോ ഇവിടെ രാഹുലിന്റെ കൂടെ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുക. എന്നെ ഇനി വിളിക്കല്ലേ പ്ലീസ്. പോവാ. ഹായ്, വിവേക്. നീ എന്താ ഇവിടെ? നിനക്ക് എങ്ങനെ ഈ ലൊക്കേഷൻ കിട്ടി? അഞ്ജലി, ആരാ ഇത്? ആരാ നിങ്ങള്? ഹായ് രാഹുൽ, ഐ ആം വിവേക്. ഞാൻ നേഹയുടെ ഹസ്ബൻഡാണ്. എന്നെ താങ്കൾക്ക് മനസ്സിലാവണമെന്നില്ല, എനിക്ക് പക്ഷെ താങ്കളെ അറിയാം. നമ്മളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. കല്യാണോ? നേഹ, നിങ്ങൾ എന്തായി പറയുന്നത്? ഇവള് സിംഗിൾ ആണെന്നാണ് എന്നോട് പറഞ്ഞത്. ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് വന്നെന്ന് പറഞ്ഞു. പ്രൊജക്റ്റ് ഒന്നും അല്ല രാഹുൽ, ഇവൾ എന്നോട് പിണങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാ. ഇന്നലെ രാത്രി അഞ്ജലി എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയുന്നത്. നേഹ, എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? രാഹുലേട്ടാ, ഇന്നലെ അവള് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അവക്ക് വിവേകിനെ വേണ്ട, രാഹുലിനോട് ഇപ്പൊ ഹാപ്പി ആയിട്ട് ജീവിക്കുമോ, അങ്ങനെ കൂടെ പറയുന്ന കേട്ടിട്ടാ എനിക്ക് വിവേകിനെ വിളിക്കേണ്ടി വന്നത്. രാഹുൽ, നേഹ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അവൾക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇതൊരു തരം പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. മറ്റുള്ളവരുടെ സന്തോഷം തകരുന്ന കാണുമ്പോൾ അവൾക്കൊരു സംതൃപ്തി കിട്ടും, പ്രത്യേകിച്ചും സന്തോഷമായിട്ട് കഴിയുന്ന കുടുംബങ്ങൾ. നിനക്ക് പണ്ട് അവളോടുണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ അവളത് ആയുധമാക്കിയിരിക്കുകയാണ്. നിന്റെ കുടുംബം തകർത്ത് നിന്നെ സ്വന്തമാക്കണമെന്നാണ് അവളുടെ ഇപ്പോഴത്തെ ഉദ്ദേശം. അവളുടെ ഈ അവസ്ഥയ്ക്ക് ഞാൻ ട്രീറ്റ്മെന്റ് നൽകുന്നുണ്ട്, പക്ഷെ അവളത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഇവിടെ കണ്ട നാടകങ്ങളൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. വിവേക്, ഒന്ന് നിർത്തുന്നുണ്ടോ? നീ ഒരക്ഷരം മിണ്ടരുത്. രാഹുലേ, എന്റെ കൂടെ വരും. നിർത്ത് നേഹ, നീ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? എന്റെ ഫ്രണ്ട്ഷിപ്പ് നീ എന്തെങ്കിലും വിലപിക്കുന്നുണ്ടോ? എന്റെ ഭാര്യ നീ വേദനിപ്പിച്ചില്ലേ? മതി നിന്റെ വേഷം കെട്ടത്, ഇറങ്ങനെ വിടുന്നു. രാഹുൽ, ഉണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നു. വാ പോവാം. നേഹ, പെട്ടി.
അഞ്ചു എന്നോട് ക്ഷമിക്കണം. അവള് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പഴയ ഫ്രണ്ടാണെന്ന് കരുതി ഞാൻ കാണിച്ച മണ്ടത്തരം ഒരുപക്ഷെ നമ്മുടെ ജീവൻ തന്നെ തകർത്താൻ. അവളേക്കാൾ വലിയ തെറ്റ് നിങ്ങളാണ് എന്നോട് ചെയ്തത് രാഹുലേട്ടാ. നേഹയെ പോലുള്ള ഒരാൾ നമ്മളെ റൂം വരെ വരാനും നിങ്ങൾ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാനൊക്കെ അവസരം കൊടുത്തത് നിങ്ങളല്ലേ? സത്യമാണ്, നമ്മുടെ ഇടയിൽ ഒരു സുഹൃത്തിന് എത്രത്തോളം സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റി. രാഹുലേട്ട, ദാമ്പത്യം എന്ന് പറയുന്നത് രണ്ടുപേർക്ക് മാത്രം ഇരിക്കാവുന്നൊരിടമാണ്. അവിടെ ഇനി മൂന്നാമതൊരാൾ, അതിന് എത്ര വലിയ സുഹൃത്തായാലും കടന്നു വരാൻ ഒരു പരിധിയുണ്ട്. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ മറ്റൊരാൾ ഇടപെടാൻ തുടങ്ങിയ പിന്നെ അവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല അച്ചു. സോറി.